കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം ഒരു ഗ്യാപ്പായി, കുറച്ച് തിരക്കുകൾ കാരണം പുതിയ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. ചില സന്തോഷ നിമിഷങ്ങളുണ്ടായി. അതാണ് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റാതിരുന്നത്. എൻ്റെ അനുജനെ ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുത്തു നറുക്കെടുപ്പിൽ, സുധാകരൻ നമ്പൂതിരി. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാന അവരോഹണം, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കും ഗുരുവായൂർ പോകേണ്ടി വന്നു. കുറച്ച് ദിവസം അവിടെ ഗുരുവായൂർ നിൽക്കേണ്ടി വന്നു. ഇന്നലെയാണ് ഞാൻ അവിടെ എത്തിയത്. അതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പായി. അപ്പം എല്ലാവരും തുടർന്നുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ഇനി എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ശുദ്ധ സാവേരി എന്ന് പറയുന്ന ഒരു രാഗത്തിലുള്ള ഒരു ഗീതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ശുദ്ധ സാവേരി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം പാടി ഗീതത്തിൻ്റെ സ്വരങ്ങൾ കുറച്ച് ചൊല്ലി. ശുദ്ധസാവേരി രാഗം 29ാമത് മേളകർത്താ രാഗമായ ധീര ശങ്കരാഭരണത്തിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗമാണ്. അപ്പം അതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ നമുക്കൊന്ന് നോക്കാം. സരിമാ പാധസം സാധാ പാമരീസം 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 സരിമാ പാധസം സാധാ പാമരീസം. സ്വരസ്ഥാനങ്ങൾ സരി രീ. ഷഡ്ജം കഴിഞ്ഞാൽ പിന്നെ ചതുശ്രുതി ഋഷഭം. മാം ശുദ്ധ മധ്യമം. പാം പഞ്ചമ. ദാം ചതുശ്രുതി ദൈവതം. അപ്പോൾ ഷഡ്ജം ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം പഞ്ചമ ചതുശ്രുതി ദൈവതം. ഇതാണ് ഈ ശുദ്ധ സാവേരിയിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ. ഇതിൻ്റെ ദൈവതം മാറ്റിയിട്ട് നീ എന്നുള്ള സ്വരം കൈശിക നിഷാദ ആക്കി കഴിഞ്ഞാൽ മധ്യമാവധിയായി. പഞ്ചമം വരെ ഒരു മധ്യമാവധിയുടെ ഛായ ഇതിന് വരും. ദസദാപമപദപമരീ രിമപദദപമരീ രിമപമരി മരീ സദാ ദസരീരിമപദദം ദസദാപമപദസദാപമപദപമപദപമദപമരീ രിമപദദപമരീ മപദസ സദദപമരീ രിദരി സദാപമപദസദാപമപദപമരീ ദപമരീ പമരീ സദാ ഹൃദസ. ഇതിൻ്റെ താളം തിശ്ര ജാതി ത്രിപുട താളം. അടിക്കുക, രണ്ടുപേരിൽ വയ്ക്കുക, അടി വീശ അടി വീശ. നമ്മളതിൽ ഗീതങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്ത് നോക്കുക പഠിച്ച ഗീതങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സ്വരങ്ങളൊന്ന് നമുക്ക് ചൊല്ലി നോക്കാം. ri ma ri ri sa dha sam
ഇത് തുടങ്ങണത് മുകളിൽ ഋഷഭത്തിൽ നിന്നാണ്. രീം. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം തുടങ്ങാൻ. മറ്റ് സാധാരണ എല്ലാം ഗീതങ്ങളൊക്കെ അധികം ചിലപ്പോൾ പഞ്ചമം ഷഡ്ജം അങ്ങനെയുള്ള ഇതൊന്നും തുടങ്ങുക. അപ്പം നമുക്കത് പിടിക്കാൻ എളുപ്പമുണ്ട്. ഇത് രീ എന്നുള്ള സ്വരമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സാരീം സരീം അരി എന്നുള്ള സാധനം കിട്ടണ വെച്ചാൽ കിട്ടണില്ല എന്ന് വെച്ചാൽ സാ എന്ന് പാടി നോക്കുക. എന്നിട്ട് അടുത്ത് രീ എടുക്കുക. രി മരി രി സ ധ സ സാ സ ധ പ മ പ ധ ധ സ ധ ധ പ പ മ രി ധ ധ ധ പ പ പ ധ ധ ധ പ പ പ മ പ ധ പ പ മ രി സ രി സ രി പ മ പ സ രി സ രി പ പ ധ പ പ മ രി രി സ രി മ മ ധ പ ധ സ സ രി രി സ ധ പ മ പ ധ ധ സ ധ ധ പ പ മ രി ധ ധ ധ പ പ പ ധ ധ ധ പ പ പ മ പ ധ പ പ മ രി സ രി സ രി പ മ പ സ രി സ രി പ പ ധ പ പ മ രി രി സ രി മ മ ധ പ ധ സ സ. ഇതാണ് അതിൻ്റെ സ്വരങ്ങൾ. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗം പാടിയിട്ട് നമുക്ക് സാഹിത്യം നോക്കാം. രി മ രി രി സ ധ സ സാ സ ധ പ മ പ ആനലേകര ഉണ്ണി ബോലതി. അനലേഖര എന്നാണ് അത്. ആനലേഖര എന്നല്ല, അനലേഖര. ആനലേഖര അതവിടെ ഒരു സ്വരത്തിന് സാഹിത്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ ആകാരമായിട്ട് വരികയാണ്. അതാണ് ആന്ന് കേൾക്കും. അനലേഖര എന്നാണ്. രീമ ആനലേഖര ആനലേഖര ഉണ്ണി ബോലതി സകല ശാസ്ത്ര പുരാണധിംനം. സകല ശാസ്ത്ര ധ ധ സ ധ ധ പ പ മ രി ധ ധ ധ പ സകല ശാസ്ത്ര പുരാണധിംനം താളധിംനം താള പരിഗതുരേ ആ സേതുവാക പരിഗത്വം നം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്താ വെച്ചാൽ പിന്നത്തെ രി രി സ ധ പ മ പ അത് മാത്രം ഒരു മാറ്റം. അത് കഴിഞ്ഞാൽ വീണ്ടും ധ ധ സ ധ ധ പ പ മ രി ധ ധ ധ പ. അതൊക്കെ എന്താണ് മുമ്പ് പാടി തന്നെയാണ്. സാഹിത്യം ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പൊ ഒന്നുകൂടി ഇതുവരെ ഒന്നുകൂടി നോക്കാം. ആനലേഖര ഉണ്ണി ബോലതി സകല ശാസ്ത്ര പുരാണധിംനം താളധിംനം താള പരിഗതുരേ
പാരികത്വം നം. നമ്മളൊരു ഭാഗത്ത് സാഹിത്യം പാടാൻ പറ്റില്ല വെച്ചാൽ അവിടുത്തെ സ്വരം ചെല്ലുക. ഇപ്പോൾ രി മാരി രി സദസം ആനലേകരം സാ സദാ ബ മ പ ഉന്നി ബോലതി സകലം തദസം. ഇപ്പം നമുക്ക് സ്വരം പാടി നോക്കിയാൽ സാഹിത്യം കിട്ടും, സാഹിത്യം പാടേണ്ട വിധം. അപ്പം ഇത് കഴിഞ്ഞാൽ അടുത്തത് ജഡായൂഢ സകല ശാസ്ത്ര പുരാണദിംനം കാളദിംനം കാളപരിഗദൂരേ ആ സേതുവാക പാരികത്വം നം. ഇങ്ങനെയാണ് അതിൻ്റെ സാഹിത്യം ചെല്ലേണ്ടത്. അപ്പോൾ ജഡായൂഢ രി രി സദാ ബ മ പ ജഡായൂഢ ദ ബ മ പ എന്നുള്ളിടത്താണ് ജൂഢ. പിന്നെ വീണ്ടും സകലം ശാസ്ത്ര പുരാണ. അതൊക്കെ പഴയത് പാടി അതേപോലെ തന്നെയാണ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും ഗ്യാപ്പ് വന്നതിൽ വളരെയധികം വിഷമമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കാം. അപ്പോൾ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.